വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 3-ാം അധ്യായം 16-ാം വാക്യം. എന്തെന്നാൽ അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിനു വേണ്ടി തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ലോകത്തിന് മുഴുവൻ രക്ഷ നൽകാൻ ബേത്ലഹേമിലെ പുൽത്തൊഴുത്തിൽ പിറന്ന ദിവ്യസൂനു, അവനെ ആരാധിക്കാൻ വന്ന ജ്ഞാനികൾ കാഴ്ചവെച്ച നിക്ഷേപപാത്രങ്ങളിലെ മീറയെക്കുറിച്ച് നമുക്കിന്ന് ധ്യാനിക്കാം. മീറ ഈശോയുടെ രക്ഷാകരമായ സഹനത്തെ വിളിച്ചോതുന്നു. ആദിയിൽ ദൈവം മനോഹരമായി ഈ ലോകത്തെയും അതിലുള്ള സമസ്ത വസ്തുക്കളെയും സൃഷ്ടിച്ചു. ആദ്യ മനുഷ്യന്റെ പാപമൂലം സഹനം, മരണം, വേദന, ശത്രുത മുതലായവ ഈ ലോകത്തിൽ പ്രവേശിച്ചു. പാപമൂലം നഷ്ടപ്പെട്ടുപോയ തൻ്റെ മക്കളെ വീണ്ടെടുക്കാൻ തൻ്റെ പുത്രനെ സഹനത്തിന് ദൈവം വിട്ടുകൊടുത്തു. യേശു സഹിക്കണമെന്നത് ദൈവനിശ്ചയമായിരുന്നു. പാപികളായ നമുക്ക് വേണ്ടി പാപമില്ലാത്ത ക്രിസ്തു കുരിശിൽ മരിക്കുകയും നമ്മെ നീതീകരിക്കുകയും ചെയ്തു. യേശു സ്വതന്ത്രമായ മനസ്സോടെ സഹനങ്ങൾ ഏറ്റുവാങ്ങിയെന്നതാണ് ആ സഹനത്തെ രക്ഷാകരവും അർത്ഥപൂർണവുമാക്കിയത്. പ്രവാസാനന്തരം ഇസ്രായേലിനെ സമുദ്ധരിക്കുന്ന ഒരു രക്ഷകനെ ജനം കാത്തിരിക്കാൻ തുടങ്ങി. മിശിഹ രക്ഷകനാണ്, അവിടുന്ന് പ്രദാനം ചെയ്യുന്ന രക്ഷ നിത്യവുമാണെന്ന് യേശയ്യാ പ്രവാചകന്റെ പുസ്തകം 51-ാം അധ്യായം 6-ാം വാക്യത്തിൽ പറയുന്നു. എല്ലാ തിന്മകളിൽ നിന്നുമുള്ള മോചനം, സുരക്ഷ എന്നിവയെല്ലാം രക്ഷ എന്നതിലൂടെ അർത്ഥമാക്കുന്നു. യേശുക്രിസ്തു പ്രദാനം ചെയ്യുന്ന രോഗസൗഖ്യത്തെ രക്ഷയായി സുവിശേഷകന്മാർ അവതരിപ്പിക്കുന്നുണ്ട്. ദൈവം രക്ഷകനാണെന്ന ആശയം പുതിയ നിയമത്തിൽ പലയിടത്തും കാണാം. രക്ഷ ദൈവത്തിൻ്റെ പ്രവർത്തന ഫലമാണ്. ദൈവത്തിൻ്റെ കരുണയുടെയും കൃപാവരത്തിൻ്റെയും ക്ഷമയുടെയും ഫലമാണ് രക്ഷ. ഈ രക്ഷ നമുക്ക് ലഭിക്കുന്നത് യേശുക്രിസ്തുവിലൂടെയാണ്. സഭയുടെ രക്ഷകനായ അവിടുന്ന് ഏകരക്ഷകനാണ്. ശിശുവായ യേശുവിനെ സർവ്വലോകത്തിൻ്റെയും രക്ഷയായി ശിമയോൻ തിരിച്ചറിഞ്ഞത് വിശുദ്ധ ലൂക്കാ എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 31-ാം വാക്യത്തിൽ നാം കാണുന്നു. യേശു നൽകുന്ന രക്ഷ പാപങ്ങളിൽ നിന്നുള്ള മോചനമാണ്. കുരിശുമരണവേളയിൽ കുരിശിൽ നിന്നിറങ്ങി തന്നെ മറ്റുള്ളവരെ രക്ഷിക്കാൻ പരിഹാസകർ യേശുവിനോട് ആവശ്യപ്പെടുന്നുണ്ട്. യേശു പ്രദാനം ചെയ്യുന്ന രക്ഷ ന്യായവിധിയിൽ നിന്നും ദൈവകോപത്തിൽ നിന്നുമുള്ള മോചനമാണ്. യേശു മിശിഹ കുരിശിലെ തൻ്റെ യാഗം വഴി സഹനത്തിലൂടെ നമുക്ക് നിത്യരക്ഷ പ്രദാനം ചെയ്തു. ഉപേക്ഷ കൊണ്ടും നിഷേധം കൊണ്ടും നാം കളങ്കപ്പെടുത്തിയ ദൈവസാന്നിധ്യത്തെ വീണ്ടെടുത്തു നൽകാൻ കളങ്കമില്ലാത്തവൻ്റെ രക്തം ചിന്തി. അവന് ഹൃദയത്തോട് ചേർത്ത് വച്ചത് നമ്മെയും തോളിൽ വഹിച്ചത് നമ്മുടെ പാപങ്ങളുമായിരുന്നു. വിശുദ്ധ പൗലോസ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 5-ാം വാക്യത്തിൽ ഇപ്രകാരം പൗലോസ് അപ്പസ്തോലൻ പറയുന്നു: എന്നാൽ നാം പാപികളായിരിക്കെ ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു. അങ്ങനെ നമ്മോടുള്ള സ്നേഹം ദൈവം പ്രകടമാക്കിയിരിക്കുന്നു. ദൈവത്തിങ്കലേക്കുള്ള വഴി സ്നേഹത്തെ പ്രതിയുള്ള കുരിശുമരണമാണെന്നും സനാതനമായ സത്യം കുരിശിലൂടെയുള്ള രക്ഷയാണെന്നും നിത്യജീവൻ കുരിശുമരണത്തിനപ്പുറമുള്ള ഉത്ഥാനമാണെന്നും ക്രിസ്തുനാഥൻ കാൽവരി ബലിയിലൂടെ കാണിച്ചു തന്നു. അഭിഷിക്തനിൽ നിന്ന് രക്ഷകനിലേക്കുള്ള ദൂരമാണ് കാലിക്കൂട്ടത്തിൽ നിന്ന് കാൽവരിയോളം അവൻ നടന്നു തീർത്തത്. യേശയ്യാ പ്രവാചകന്റെ പുസ്തകം 49-ാം അധ്യായം 15-16 വാക്യങ്ങൾ. പെറ്റമ്മയ്ക്ക് തൻ്റെ കുഞ്ഞിനെ മറക്കുവാൻ കഴിയുമോ? പെറ്റമ്മ മറന്നാലും ദൈവം നമ്മെ ഒരിക്കലും മറക്കില്ല. താൻ സ്നേഹിക്കുന്ന മനുഷ്യർക്ക് വേണ്ടി തന്നെ തന്നെ നൽകുന്ന ദൈവത്തെയാണ് ക്രൂശിതനായ ക്രിസ്തുവിൽ കാണുന്നത്. സഞ്ചാരിയുടെ ദൈവം എന്ന പുസ്തകത്തിൽ ബോബി ജോസച്ചൻ ഇപ്രകാരം കുറിക്കുന്നു: ക്രിസ്തുമസ് ബലിയുടെ ഓർമ്മയാണ്. ഒപ്പം ഇങ്ങനെ ചേർക്കുന്നു: തൻ്റെ പുത്രന് പകരം അവിടുന്ന് ആട്ടിൻകുട്ടിയെ കണ്ടെത്തിയില്ല. മോറിയ മലയിൽ അബ്രഹാമിൻ്റെ ഏകമകനു പകരം മുട്ടാടിനെ നൽകിയ ദൈവം തൻ്റെ ഏകപുത്രനെ സഹനത്തിന് നൽകി. ഗെത്സമനിയിൽ രക്തം വിയർത്ത് പ്രാർത്ഥിച്ച ക്രിസ്തുവിന് കാൽവരിയിൽ താൻ സഹിക്കേണ്ടി വരുന്ന വേദനയുടെ ആഴം അറിയാമായിരുന്നു. കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് അകറ്റണമേ എന്ന് പ്രാർത്ഥിച്ചുവെങ്കിലും എൻ്റെ ഹിതമല്ല അവിടുത്തെ ഹിതം നിറവേറട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ദൈവഹിതത്തിന് തന്നെ തന്നെ സമർപ്പിച്ചു. വിശുദ്ധ പൗലോസ്ലീഹ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം
2-ാം അധ്യായത്തിൽ ക്രിസ്തുവിൻ്റെ ഈ മനോഭാവത്തെ മനോഹരമായി അവതരിപ്പിക്കുന്നുണ്ട്. തന്നെ തന്നെ ശൂന്യനാക്കിക്കൊണ്ട് ദാസന്റെ രൂപം സ്വീകരിച്ച് മനുഷ്യരുടെ സാദൃശ്യത്തിലായിത്തീർന്ന് ആകൃതിയിൽ മനുഷ്യനെ പോലെ കാണപ്പെട്ടു. മരണം വരെ, അതേ കുരിശു മരണം വരെ അനുസരണമുള്ളവനായി തന്നെ തന്നെ താഴ്ത്തി. യേശയ്യാ പ്രവാചകന്റെ പുസ്തകം 50-ാം അധ്യായം 6-ാം വാക്യം. അടിച്ചവർക്ക് പുറവും താടിമീശ പറിച്ചവർക്ക് കവിളുകളും താൻ കാണിച്ചു കൊടുത്തു. നിന്നയിൽ നിന്നും തുപ്പലിൽ നിന്നും ഞാൻ മുഖം തിരിച്ചില്ല. അവിടെ നിന്ന് 51-ാം അധ്യായം 6-ാം വാക്യത്തിലേക്ക് യാത്ര ചെയ്യുമ്പോൾ ഇപ്രകാരം എഴുതിയിരിക്കുന്നു: എന്നാൽ ഞാൻ നൽകുന്ന രക്ഷ നിത്യമാണ്, മോചനം അനന്തവും. യേശയ്യാ പ്രവാചകന്റെ പുസ്തകം 53-ാം അധ്യായം 1 മുതലുള്ള തിരുവചനങ്ങൾ കർത്താവിന്റെ ദാസന് ഏൽക്കേണ്ടി വരുന്ന സഹനങ്ങളുടെ തീവ്രത വ്യക്തമാക്കുന്നു. പാപം മൂലം പറുദീസ നഷ്ടപ്പെടുത്തിയ മനുഷ്യന് പറുദീസ തിരികെ നൽകാൻ അവതരിച്ച പൊന്നുണ്ണിയെ സ്വീകരിക്കാൻ അടുത്തൊരുങ്ങുമ്പോൾ അനുദിന ജീവിതയാത്രയിൽ ക്രിസ്തുവിന്റെ സഹനങ്ങളോട് നമ്മുടെ സഹനങ്ങളെ ചേർത്ത് വച്ച് ക്രിസ്തുവിനോടൊപ്പം ആ സഹനങ്ങളെ രക്ഷാകരമാക്കാം. ജ്ഞാനികൾ സമർപ്പിച്ച മീറ പ്രതീകാത്മകമായി വിളിച്ചോതിയ രക്ഷാകരമായ സഹനത്തിന്റെ ഫലം അവിടുത്തെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടുകൊണ്ട് നാം കൈക്കൊള്ളുമ്പോൾ ബലിയായി തീരുവാൻ നമുക്കും പരിശ്രമിക്കാം. ഏവർക്കും ക്രിസ്തുമസ് പുതുവത്സരാശംസകൾ.